കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. CPI കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഹൃദ്യമായ സ്വീകരണം നൽകി. CPI കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. മേലേമുറി, പള്ളിമുക്ക് ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ, കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ, 6ാം വാർഡ് മെമ്പർ ധന്യ മധു, 13ാം വാർഡ് മെമ്പർ MR ഷിബു എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. CPI കൊണ്ടാഴി LC സെക്രട്ടറി ജെയ്സൺ മത്തായി അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗത്തിൽ ശ്രീജ സത്യൻ, സതീഷ്, PR കൃഷ്ണകുമാർ, TS സുമേഷ്, R ശരത് ചന്ദ്രകർത്ത, ഹരിനാഥൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഒക്കെ തന്നെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ജനപ്രതിനിധികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ഇനി വരുന്ന 26-27 വാർഷിക പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഈ അടുത്ത മാസം തൊട്ട് പ്രവർത്തനം പഞ്ചായത്ത് തലത്തിൽ തന്നെ വികസന സെമിനാറുകളും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നടന്നു പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഈ പഞ്ചായത്ത് തല വർക്കിംഗ് ഗ്രൂപ്പുകളും അത് കഴിഞ്ഞ ബ്ലോക്ക് തല വർക്കിംഗ് ഗ്രൂപ്പുകളും ഒക്കെ തന്നെ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ നടക്കുമ്പോൾ കൃത്യമായി നമ്മുടെ പ്രദേശത്തേക്ക് വേണ്ട ആവശ്യങ്ങൾ അത് ഈ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിലും വർക്കിംഗ് ഗ്രൂപ്പുകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രദേശത്തേക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നിർദ്ദേശിക്കുക. അനുവദിച്ചു കിട്ടേണ്ട പല പദ്ധതികളും കോൺഗ്രസ് നേതൃത്വം കൊടുത്തിരുന്ന പഞ്ചായത്ത് ഭരണസമിതി തടഞ്ഞു വെക്കുകയും അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ട ചില ഇടപെടലുകളുടെ ഭാഗമായാണ് നമ്മുടെ 13ാം വാർഡിൽ പല പദ്ധതികളും നമുക്ക് നേടിയെടുക്കാൻ കഴിയാതെ പോയത്. എന്നാൽ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നാളുകളിൽ LDF ഭരണത്തിൽ വരുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷിബുവിനെ ഇവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ LDFന്റെ പ്രവർത്തകരെല്ലാം അക്ഷീണം പ്രവർത്തിച്ച് ജയിപ്പിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. മികച്ച ഒരു പോരാട്ടം തന്നെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു പോരാട്ടത്തിലൂടെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയവും. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നേരത്തെ ശ്രീജ ചേച്ചി പറഞ്ഞ മാതിരി മാറാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഭരണസമിതി വെച്ചതിന്റെ ബാക്കി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഈ 5 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് ജനങ്ങളുടെ വിശ്വാസവും ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഒറ്റക്കൈയായി ഒരു മനസ്സായി അതിൽ ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കാതെ ജനങ്ങളുടെ ആവശ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജനപ്രതിനിധികളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ചടങ്ങിൽ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വട്ടമിട്ടു പിറക്കുന്നു ഞാൻ, കഷ്ടം പൊട്ടിപ്പോയൊരു പട്ടം കണക്കവാനിൽ വട്ടമിട്ടു പിറക്കുന്നു ഞാൻ. നഷ്ടം തോന്നുന്ന ഈ മർത്യജന്മം എന്തിനു വൃഥാ എനിക്കു നൽകി നീ. നഷ്ടം തോന്നുന്ന ഈ മർത്യജന്മം എന്തിനു വൃഥാ എനിക്കു നൽകി നീ. CCV ന്യൂസ് കൊണ്ടാഴി.